ഇനിയും ഞെട്ടിക്കുന്ന ക്രൂരത സംബന്ധിച്ചൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. തൃശൂർ പടിയൂർ ഇരട്ടക്കൊലക്കേസിലെ പ്രതി പ്രേംകുമാറിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ദൃശ്യം മോഡലിൽ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയാണ് പ്രേംകുമാർ കൃത്യം നടത്തിയത്. പ്രേംകുമാറിനായുള്ള അന്വേഷണം കോട്ടയത്തേക്ക് വ്യാപിപ്പിച്ചു. സൂരജ് സജി വിവരങ്ങളുമായി ഇപ്പോൾ തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തുന്നു, ജാമ്യത്തിലിറങ്ങുന്നു, രണ്ടാം ഭാര്യയെയും ഭാര്യാമാതാവിനെ കൊലപ്പെടുത്തുന്നു. കൊടും ക്രിമിനൽ എന്ന തരത്തിലാണല്ലോ പോലീസ് ഇപ്പോൾ വിവരങ്ങൾ നൽകുന്നത്. സൂരജ്, ഉന്മേഷ്, തീർത്തും കൊടും ക്രിമിനലാണ് ഈ പ്രേംകുമാർ എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 2019 ഈ എറണാകുളം ഉദയംപേരൂർ സ്വദേശിയായിട്ടുള്ള ദിവ്യ കൊല്ലപ്പെടുന്നത്. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ദിവ്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി കുഴിച്ചു മൂടുകയായിരുന്നു പ്രേംകുമാർ എന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഇതിനുശേഷം രക്ഷപ്പെടുന്നതിന് വേണ്ടിയും ഈ പ്രതി ഈ ദൃശ്യം മോഡൽ ഉപയോഗിച്ചു എന്ന് പോലീസ് പറയുന്നുണ്ട്. അന്ന് ഈ പ്രതിയുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ വടക്കേ ഇന്ത്യയിലേക്ക് പോവുകയായിരുന്ന ഈ ട്രെയിനിൽ കയറ്റിവിട്ട ശേഷം പ്രതി അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. സ്വാഭാവികമായും ഈ ടവർ ലൊക്കേഷൻ പരിശോധിച്ച് ഈ മൊബൈൽ ഫോൺ പോലീസ് ട്രെയിനിൽ നിന്ന് കണ്ടെടുക്കുമ്പോഴേക്കും പ്രതി കടന്നു കളയുകയും ചെയ്തു. 1 മാസമാണ് അന്ന് പോലീസിനെ ഈ പ്രേംകുമാർ വട്ടം കറക്കിയത്. അതിനുശേഷമാണ് ഈ പ്രതി പിടിയിലായത്. ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് ഈ തൃശൂർ പടിയൂർ സ്വദേശിയായിട്ടുള്ള രേഖയുമായി സൗഹൃദത്തിലാകുന്നു. പിന്നീട് രേഖയെ വിവാഹം കഴിച്ച് രണ്ടാം ഭാര്യയായി സ്വീകരിച്ചുകൊണ്ട് ഇവർ ഈ വാടക വീട്ടിൽ, പടിയൂരിലെ വാടക വീട്ടിൽ ഈ കുടുംബജീവിതം ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ നിന്ന് വലിയ രീതിയിൽ ദുർഗന്ധം വമിക്കുന്ന അറിഞ്ഞ ഈ പ്രദേശവാസികൾ തന്നെ ഈ രേഖയുടെ സഹോദരിയെ വിവരം അറിയിക്കുകയും രേഖയുടെ സഹോദരി എത്തി വീട്ടിൽ നോക്കുമ്പോഴാണ് അമ്മയും രേഖയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. എന്തായാലും ഈ വീടിനകത്ത് ബലപ്രയോഗമടക്കം നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ട്. അവിടെ നിന്ന് ചില കത്തുകളും കുറിപ്പുകളും കണ്ടെടുത്തിട്ടുണ്ട്. ഈ രേഖയ്ക്ക് ചില ആൺസുഹൃത്തുക്കളുമായി സൗഹൃദമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ഇരുവരും തമ്മിൽ ഒരു തർക്കം നടന്നിരുന്നുവെന്നും ഈ തർക്കത്തിന്റെ പേരിലാണ് ഈ കൊലപാതകം നടന്നതെന്നുമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും പ്രതിക്ക് വേണ്ടി അന്വേഷണം നിലവിൽ പോലീസ് വിപുലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്, സൂരജ്, ഇപ്പോൾ ഈ കോട്ടയത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത് അവിടെ ഈ പ്രതി എത്തി എന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ പോലീസിന്? ഉന്മേഷ്, ഇയാളുടെ സുഹൃത്തുക്കളും അതോടൊപ്പം തന്നെ ചില ബന്ധുക്കളും കോട്ടയത്താണുള്ളത്. പ്രേംകുമാറിന്റെ സ്വദേശം എന്ന് പറയുന്നതും കോട്ടയമാണ്. അതുകൊണ്ട് തന്നെ ഈ ചിങ്ങവനം പോലീസിന്റെ സഹായമടക്കം പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തേടുകയും ചെയ്തിട്ടുണ്ട്. പ്രതി 1-ാം തീയതി തൃശ്ശൂരിലെത്തിയതിന്റെ അടക്കമുള്ള ചില വിവരങ്ങൾ CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം പ്രതി കോട്ടയത്തേക്ക് പോയിട്ടുണ്ടോ എന്നതാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബന്ധുക്കളുടെ വിവരങ്ങളും അതോടൊപ്പം തന്നെ പ്രതിയുടെ സുഹൃത്തുക്കളുടെ വിവരങ്ങളെല്ലാം ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ചിങ്ങവനം പോലീസിനെ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോട്ടയം കേന്ദ്രീകരിച്ചുകൊണ്ടും ഈ അന്വേഷണം വിപുലപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും പ്രതിയെക്കുറിച്ച് ചില സൂചനകൾ, ചില ലീഡ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും തൃശൂർ റൂറൽ പോലീസ് വ്യക്തമാക്കുന്നത്. അധികം വൈകാതെ പ്രതി വലയിലാകുമെന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. ഉന്മേഷ്, ശരി, സൂരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഇപ്പോൾ തൃശൂരിൽ നിന്ന്.